ഏവർക്കും സ്വാഗതം ഡിസൈർ PSCയിലേക്ക് ദ കംപ്ലീറ്റ് PSC യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. 51 മാർക്കിൻ്റെ സയൻസ് ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മുൻപ് നമ്മളൊരു 8 മോക്ക് ടെസ്റ്റുകൾ, നമ്മുടെ GK ചോദ്യങ്ങളും സയൻസ് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 8ഓളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിലേതെങ്കിലും മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ മോക്ക് ടെസ്റ്റുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റുകൾ കാണാവുന്നതാണ്. അപ്പോൾ അതിൽ പോയാലും നിങ്ങൾക്ക് ഓരോ മോക്ക് ടെസ്റ്റുകളായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ എന്ത് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുകയുള്ളൂ. ഓൾ എന്നത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങളിടുന്ന ഒരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് മറക്കാതെ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഡിസൈർ PSCയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ മറക്കാതെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ രീതി എങ്ങനെയാണ്? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഉത്തരം ഓർമ്മിക്കാൻ തരും. ആ സമയത്ത് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം ഇതാണെങ്കിൽ, ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പറിൽ 1 ഇടുക. അങ്ങനെ ശരി ഉത്തരങ്ങൾക്കെല്ലാം 1 ഇട്ടിട്ട് ടോട്ടൽ എത്ര 1കളുണ്ടെന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 51 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, വാഹനങ്ങളിലെ കണ്ണാടികളിൽ ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഉത്തരം ഓപ്ഷൻ എ കോൺവെക്സ് മിററാണ്. ഓക്കെ, വാഹനങ്ങളിലെ കണ്ണാടികളിൽ ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ് ആണെന്ന് ചോദിച്ചാൽ കോൺവെക്സ് മിററാണ്. ഓക്കെ, അടുത്ത ചോദ്യം, സോണാർ സംവിധാനം ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് രംഗത്താണ്? ഉത്തരം ഓപ്ഷൻ ബി കപ്പൽ ഗതാഗതം. കപ്പൽ ഗതാഗത രംഗത്താണ് സോണാർ സംവിധാനം ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ഈ PSC നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പുതിയ ചോദ്യങ്ങളായിട്ട് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം PQ ചോദ്യങ്ങൾ തന്നെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പാടുപെട്ടിട്ടാണ് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ കണ്ടെത്തി അതിനിങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു സപ്പോർട്ടെങ്കിലും ഒന്ന് ചെയ്തു തരണം കേട്ടോ. നോക്കാം, അടുത്ത ചോദ്യം, ക്രയോജനിക്ക് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ഓപ്ഷൻ എ കുറഞ്ഞ ഊഷ്മാവ്. കുറഞ്ഞ ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക് എന്ന് പറയുന്നത്. 4ാമത്തെ ചോദ്യം നോക്കാം, മനുഷ്യ രക്തത്തിൻ്റെ pH മൂല്യം എത്ര? ഉത്തരം ഓപ്ഷൻ എ 7.3 മുതൽ 7.4 വരെ. അപ്പോൾ 7.3 മുതൽ 7.4 വരെയാണ് എന്ത്, മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി റിക്കറ്റ്സ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം റിക്കറ്റ്സ് ആണ്. ഓക്കെ, 6ാമത്തെ ചോദ്യം നോക്കാം, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബാരോമീറ്റർ. അപ്പോൾ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ചോദിച്ചാൽ ബാരോമീറ്റർ ആണ്. 7ാമത്തെ ചോദ്യം നോക്കാം, ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ് ആണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് ചോദിച്ചാൽ സിട്രിക് ആസിഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ബാക്ടീരിയ. അപ്പോൾ എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയയാണ്.
ഓക്കെ, അടുത്ത ചോദ്യം, ആൽഗകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ഫൈക്കോളജിയാണ്. ഫൈക്കോളജി. അപ്പോൾ ആൽഗകളെ കുറിച്ചുള്ള പഠനം ഫൈക്കോളജിയാണ്. അടുത്ത ചോദ്യം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ ഫൈബ്രിനോജൻ ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ സി ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും, ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്നത്. എ ഡി ഇ കെ വൈറ്റമിൻസ് എന്ത് ചെയ്യുന്നു? അത് കൊഴുപ്പിലാണ് ലയിക്കുന്നത്. ഓക്കെ, വൈറ്റമിൻസിൻ്റെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മറക്കാതെ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ സി കരളാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ചോദിച്ചാൽ കരളാണ്. അടുത്ത ചോദ്യം നോക്കാം, രാസോർജം വൈദ്യുതോർജം ആകുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ബാറ്ററി. ബാറ്ററികളിലാണ് രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നത്. അടുത്ത ചോദ്യം നോക്കാം, താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജം ഉള്ളത്? ഉത്തരം ഓപ്ഷൻ എ വാതകങ്ങളിലാണ്. അപ്പോൾ വാതകങ്ങളിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഉള്ളത്. അടുത്ത ചോദ്യം, ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ്? ഉത്തരം ഓപ്ഷൻ സി ഉച്ചത. അപ്പോൾ ഉച്ചതയാണ് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവെന്ന് പറയുന്നത്. ഓക്കെ, 16ാമത്തെ ചോദ്യം നോക്കാം, ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1.852. 1.852 കിലോമീറ്ററാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്നുള്ളത്. ഓക്കെ, കുറേ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പഠിക്കാം. അടുത്ത ചോദ്യം, പവറിൻ്റെ യൂണിറ്റ്? ഉത്തരം ഓപ്ഷൻ എ ജൂൾ പെർ സെക്കൻഡ് ആണ്. പവറിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം, എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി? എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി? ഉത്തരം ഓപ്ഷൻ സി മത്സ്യമാണ്. ഓക്കെ, മത്സ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. അടുത്ത ചോദ്യം നോക്കാം, യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ്? ഉത്തരം ഓപ്ഷൻ സി ജനറേറ്റർ ആണ്. അപ്പോൾ യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ചോദിച്ചാൽ ജനറേറ്റർ ആണ്. 20ാമത്തെ ചോദ്യം നോക്കാം, ഹേമറ്റൈറ്റിന്റെ രാസസൂത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി Fe2O3. അപ്പോൾ Fe2O3 ആണ് എന്ത്? ഹേമറ്റൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. ഓക്കെ, 21ാമത്തെ ചോദ്യം, ഒരാറ്റത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഈ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് ഒരാറ്റത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മയാണ്. അപ്പോൾ പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ചോദിച്ചാൽ പ്ലാസ്മയാണ്. ഓക്കെ, 4ാമത്തെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിൻ്റെ 4ാമത്തെ അവസ്ഥ. അടുത്ത ചോദ്യം, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേര് വന്ന മൂലകം ഏത്?
ഉത്തരം ഓപ്ഷൻ എ ക്ലോറിൻ ആണ്. അപ്പോൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേര് വന്ന മൂലകം ചോദിച്ചാൽ ക്ലോറിൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ടർ ഗ്യാസിൻ്റെ നിർമ്മാണത്തിൽ കാർബൺ മോണോക്സൈഡിനൊപ്പം ഉപയോഗിക്കുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്. അപ്പോൾ വാട്ടർ ഗ്യാസിൻ്റെ നിർമ്മാണത്തിൽ കാർബൺ മോണോക്സൈഡിനോടൊപ്പം ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. നല്ല ചോദ്യമാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം. അരുണ രക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ജീവകം B12 ആണ്. വൈറ്റമിൻ B12 ആണ് അരുണ രക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അസ്ഥികോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, ഓസ്റ്റിയോപൊറോസിസ് ആണ് എന്തെന്ന് പറയുന്നത്? അസ്ഥികോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗം, അതാണ് ഓസ്റ്റിയോപൊറോസിസ്. അടുത്ത ചോദ്യം നോക്കാം. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ സി എഡ്വേർഡ് സ്വാസ് ആണ്. ഓക്കെ, ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ എഡ്വേർഡ് സ്വാസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. IUCN എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഓപ്ഷൻ ബി സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണ് IUCN ആസ്ഥാനം എന്ന് പറയുന്നത്. അതെന്താണ്? അതൊരു അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദേശീയ എയ്ഡ്സ് രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിച്ച എയ്ഡ്സ് രോഗ നിരീക്ഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ദേശീയ എയ്ഡ്സ് രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ എയ്ഡ്സ് രോഗ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സെറിബ്രം ആണ്. ഓക്കെ, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിച്ചാൽ സെറിബ്രം ആണ്. അപ്പോൾ അനൈച്ഛികം ചോദിച്ചാലോ? അത് മെഡില്ല ഒബ്ലാങ്ങേറ്റ ആണ്. ഓക്കെ, ഐച്ഛികം ചോദിച്ചാൽ സെറിബ്രമും അനൈച്ഛികം ചോദിച്ചാൽ മെഡില്ല ഒബ്ലോങ്ങേറ്റ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ തലാമസിലാണ്. നമ്മൾ മദ്യം കഴിക്കുമ്പോൾ അത് ബാധിക്കുന്ന ആ ഒരു ഭാഗം, അത് ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിച്ചാൽ സെറിബെല്ലമാണ്. അപ്പോൾ ഈ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ക്ലാസ് ഈ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ചോദ്യം. ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ത്വക്കാണ്. ഓക്കെ, അപ്പം ചൂടും തണുപ്പും മർദ്ദവും സ്പർശനമൊക്കെ എല്ലാം നമുക്ക് ത്വക്കിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഉത്തരം എന്തായത്? ത്വക്കായത്. ക്ലിയർ ആണേ? ശരി, അടുത്ത ചോദ്യം നോക്കാം. പ്രോട്ടീനും കൊഴുപ്പും കൂടിയ അളവിൽ ലഭ്യമാകുന്ന ഒരു ഭക്ഷ്യവസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സോയാബീൻ ആണ്. ഓക്കെ, അപ്പോൾ സോയാബീനിലാണ് പ്രോട്ടീനും കൊഴുപ്പും കൂടിയ അളവിലൊക്കെ ലഭ്യമാകുന്നത്. ഓക്കെ, 33ാമത്തെ ചോദ്യം നോക്കാം. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാസീൻ ആണ്. ഓക്കെ, കാസീനാണ് പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പാലിലടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. അപ്പോൾ പാലിലെ ആസിഡ് ലാക്റ്റിക് ആസിഡ്, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം ചോദിച്ചാൽ
ക്യാസീനാണ്, അത് മറന്നു പോകില്ല കേട്ടോ. ഇപ്പോൾ മാംസ്യം ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ലാക്റ്റിക് ആസിഡ് എന്ന് കിടന്നാൽ നിങ്ങൾ ചാടിക്കേറി അത് അടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഉത്തരം ആദ്യം ഓപ്ഷൻ മറച്ചു വയ്ക്കുക. എപ്പോഴും പരീക്ഷയ്ക്ക് പോയാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഓപ്ഷൻ ആദ്യം മറയ്ക്കുക, എന്നിട്ട് വേണം ഏത് ക്വസ്റ്റ്യനും വായിക്കാൻ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് ആദ്യം എത്തണം. എന്നിട്ട് ആ ഉത്തരം, നിങ്ങളെത്തിയ ഉത്തരം ഓപ്ഷനിലുണ്ടോ എന്ന് മാത്രം നോക്കുക. ഈ രീതിയിലാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കോട്ടയമാണ്. ഓക്കെ, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എന്ത് സംഭവിച്ചത്? കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് അജിനോമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. വവ്വാൽ ഇര പിടിക്കുന്നത് ഏത് തരം ശബ്ദം ഉപയോഗിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ്. അപ്പോൾ വവ്വാൽ ഇര പിടിക്കുന്നത് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് പഠിക്കാനൊരു എളുപ്പമുണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു സൂപ്പർ സോണിക് ആണോ ഇൻഫ്രാസോണിക് ആണോ എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ഈ വവ്വാൽ മരത്തിലൊക്കെ തൂങ്ങിക്കിടക്കുമല്ലോ. എന്ത് ഷേപ്പിലാണ് തൂങ്ങിക്കിടക്കുന്നത്? താൻ നോക്കിക്കേ, ഈ ഒരു ഷേപ്പിലല്ലേ തൂങ്ങിക്കിടക്കുന്നത്? ഈ ഒരു യു ഷേപ്പിലാണ് തൂങ്ങിക്കിടക്കുന്നത്. അത്രയേ ഉള്ളൂ. യു എന്ന് പറഞ്ഞാൽ അൾട്രാ, അത്രയേ ഉള്ളൂ, അൾട്രാസോണിക്. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും മതി. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു. ഇതുപോലെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം കിരണങ്ങളുണ്ട്, റേസ് ഉണ്ട്. ഏത് കിരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കള്ളനോട്ട് കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, ഈ കള്ളനോട്ട് അച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഉഡായിപ്പ് വേലയല്ലേ? അതൊരു ഉഡായിപ്പ് വേലയാണ്. അതിലും ഉണ്ടൊരു യു അല്ലേ? അതൊരു ഉഡായിപ്പ് വേലയാണ്. യു അൾട്രാ വയലറ്റ് റേസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ചാണ് കള്ളനോട്ട്, അതായത് ഉഡായിപ്പ് വേലകളായ ആ കള്ളനോട്ട് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ അൾട്രാസോണിക് സൗണ്ടാണ് എന്ത്, ഈ വവ്വാല് ഇര പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വവ്വാല് കിടക്കുന്നത് ഒരു യു ഷേപ്പിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം. ക്ലിയർ ആണേ? ശരി. അടുത്ത ചോദ്യം നോക്കാം. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. എല്ലാവർക്കും അറിയാം, ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന രോഗങ്ങളിൽ വൈറസ് മൂലം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ടെറ്റനസ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വസൂരി, അരിമ്പറ, ഇൻഫ്ലുവൻസ ഇതെല്ലാം വൈറസ് രോഗങ്ങളാണ്. ടെറ്റനസ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ടെറ്റനസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? നേരത്തെ നമ്മൾ പ്രോട്ടീനാണ് പറഞ്ഞത്, മാംസ്യം. അപ്പോൾ ഫൈബ്രിനോജൻ പറഞ്ഞു. ഇപ്പം പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ജീവകം കെ ആണ്. ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം എന്ന് പറയുന്നത്, വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം കെയിൽ തന്നെ ഉണ്ട് കട്ട എന്നുള്ളത്, കെ ഫോർ കട്ട. അപ്പോൾ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. ഹെവിയ ബ്രസീലിയൻസിസ് എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം ഓപ്ഷൻ ഡി റബ്ബർ. അപ്പോൾ റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി കാൽഷ്യം കാർബണേറ്റ് ആണ്. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം പറയുന്നു. പെൻറ്റാവാലന്റ് വാക്സിനേഷനുമായി ബന്ധമില്ലാത്ത രോഗം ഏത്? ബന്ധമില്ലാത്ത രോഗം. ഉത്തരം ഓപ്ഷൻ ബി ക്ഷയമാണ്. അപ്പോൾ ക്ഷയരോഗവുമായിട്ട്
ക്ഷയരോഗത്തിൻ്റെ ഒരു വാക്സിൻ അല്ല ഏത്, പെൻറ്റാവാലൻറ്റ്. അപ്പോൾ പെൻറ്റാവാലൻ്റ് എന്ന് പറയുമ്പോൾ വില്ലൻ ചുമയ്ക്കുള്ളതാണ്. വില്ലൻ ചുമ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്ത് പറയും, പെർട്ടൂസിസ് എന്നാണ് പറയുന്നത്. പെർട്ടൂസിസ്. ഓക്കെ, വില്ലൻ ചുമയ്ക്കുള്ളതാണ്, ഡിഫ്തീരിയയ്ക്കുള്ളതാണ്, ടെറ്റനസിനൊക്കെ ഉള്ളതാണ് ഇത് ഈ പെൻറ്റാവാലൻ്റ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബിക്കൊക്കെ ഉള്ളത് തന്നെയാണ് ഇത് ഈ പെൻറ്റാവാലൻ്റ് വാക്സിനേഷൻ. അടുത്ത ചോദ്യം, പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, എത്തിലിനാണ്. ഓക്കെ, പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ഹോർമോൺ എത്തിലിനാണ്. അതെങ്ങനെ ഓർത്ത് വയ്ക്കാം, നമ്മൾ ഈ മാങ്ങയൊക്കെ നല്ല എത്തിപ്പറിച്ചിട്ടല്ലേ പഴുപ്പിക്കാൻ വയ്ക്കുന്നത്. കൈ കൊണ്ട് എത്തിപ്പറിക്കും അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്തിപ്പറിക്കുന്നത് കൊണ്ട് എത്തിലിൻ. എന്തിനാണ് പറിക്കുന്നത്, പഴുപ്പിക്കാനാണ്. അപ്പോൾ പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ഹോർമോൺ എത്തിലിൻ. അങ്ങനെ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം, പെട്രോളിയത്തിൻ്റെ ഖരരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, അസ്ഫാൾട്ടാണ്. പെട്രോളിയത്തിൻ്റെ ഖരരൂപം ചോദിച്ചാൽ അസ്ഫാൾട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത എന്ന് ചോദിച്ചാൽ അനിമോമീറ്റർ ആണ്. അതെങ്ങനെ പഠിക്കാം, ഈ വേഗത്തിൽ ഓടുന്നത് അനിമൽസ് അല്ലേ, അപ്പോൾ കാറ്റിൻ്റെ വേഗത എന്ന് ചോദിച്ചാൽ അനിമോമീറ്റർ ആണ്. ബി ഓപ്ഷനിൽ നോക്കി, വിൻഡ് വെയിൻ. കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് വിൻഡ് വെയിൻ. ഓക്കെ, കാറ്റിൻ്റെ വേഗത അനിമോമീറ്റർ, കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്നത് വിൻഡ് വെയിൻ ആണ്. കാറ്റിൻ്റെ തീവ്രതയാണെങ്കിലോ ബ്യൂഫോർട്ട് വിൻഡ് സ്കെയിലാണ്. ബ്യൂഫോർട്ട് വിൻഡ് സ്കെയിലാണ് എന്തിനുപയോഗിക്കുന്നത്, കാറ്റിൻ്റെ തീവ്രത. വേഗത അനിമോമീറ്റർ, ദിശ വിൻഡ് വെയിന്, ദെൻ തീവ്രത ചോദിച്ചാൽ ബ്യൂഫോർട്ട് വിൻഡ് സ്കെയിലാണ്. അടുത്ത ചോദ്യം നോക്കാം, കുമ്മായത്തിൻ്റെ ശാസ്ത്രീയ നാമം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കുമ്മായത്തിൻ്റെ ശാസ്ത്രീയ നാമം. ഓർത്തോണേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായം. അടുത്ത ചോദ്യം നോക്കാം, സിലിക്കണിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 14. 14 എന്നുള്ളതാണ് സിലിക്കണിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക നമ്പറുകൾ നമ്മൾ മിനിമം 1 മുതൽ 30 വരെയുള്ള അറ്റോമിക് നമ്പേഴ്സ് എങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ടാർട്ടാറിക് ആസിഡ് ആണ്. അപ്പോൾ പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ചോദിച്ചാൽ ടാർട്ടാറിക് ആസിഡ് ആണ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളതാണ് മാലിക് ആസിഡ്. സ്റ്റിയറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ അടങ്ങിയിട്ടുള്ളതാണ്. പ്രൂസിക് ആസിഡ് ആണെങ്കിൽ മരിച്ചീനിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഇത്, പ്രൂസിക് ആസിഡ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ടാർട്ടാറിക് ആസിഡ് ആണ്. ശരി. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഓക്സിജൻ ആണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ചോദിച്ചാൽ ഓക്സിജൻ ആണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യം, ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇയാൻ വിൽമുട്ട്. അപ്പോൾ ക്ലോണിങ്ങിൻ്റെ പിതാവ് ചോദിച്ചാൽ ഇയാൻ വിൽമുട്ടാണ്. ഓക്കെ, ശരി. അപ്പം ഇയാൻ വിൽമുട്ട്, ഇയാൻ എന്ന് പറഞ്ഞാൽ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ആടിൻ്റെ പേരാണ്. ആദ്യത്തെ ആടിൻ്റെ പേര് ചോദിച്ചാൽ ഇയാനാണ്. പക്ഷേ ആദ്യത്തെ ചെമ്മരിയാട് അല്ലെങ്കിൽ ആദ്യത്തെ സസ്തനി എന്ന് ചോദിച്ചാലാണ് ഏതിൻ്റെ ഉത്തരം, ഡോളി എന്ന ചെമ്മരിയാട്. കേട്ടോ, ആദ്യത്തെ ആട് ചോദിച്ചാൽ ഇയാൻ. ആദ്യത്തെ ചെമ്മരിയാട് അല്ലെങ്കിൽ ആദ്യ സസ്തനി എന്ന് ചോദിച്ചാൽ മാത്രം ഉത്തരം ഡോളിയാണ്. അപ്പോൾ ക്ലോണിങ്ങിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ ഇയാൻ വിൽമുട്ടാണ്. ക്ലോണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് ചെയ്ത് കഴിഞ്ഞതാണ് ഞാൻ. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ടായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ ഒന്ന് കാണുക. 51ാമത്തെ ചോദ്യം, പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി അണലിയാണ്. അപ്പോൾ പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയാണ്. 51 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സയൻസിൻ്റെ വീഡിയോസ് ഇതുപോലെ മോക്ക് ടെസ്റ്റായിട്ട് ഇനി നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടെലഗ്രാം ചാനൽ മറക്കാതെ ജോയിൻ ചെയ്യണം. ലൈക്ക് അടിച്ചേക്കണം കേട്ടോ, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.